കാവ്യയുടെയും ദിലീപിൻ്റെയും വീട്ടിലൊന്നും അധികം ആരെയും കയറ്റാറുള്ളൊരു പതിവില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എല്ലാവരെയും ഈ വിധിക്ക് ശേഷം വീട്ടിനുള്ളിൽ കയറ്റി ഭക്ഷണം നൽകുന്നുണ്ട്. വിധിക്ക് തൊട്ടു പിന്നാലെ തന്നെ വീട്ടിൽ നല്ല രീതിയിൽ തന്നെ ഒരു വിരുന്നൊരുക്കിയിരുന്നു കാവ്യ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവതാരകരും പല താരങ്ങളും അടക്കം നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ പലപ്പോഴും അഭിമുഖങ്ങളിൽ കാണുന്ന അവതാരകന്മാരെ ഒക്കെ തന്നെ നമുക്ക് ആ വീട്ടിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതൊരു അവതാരകൻ്റെ വീഡിയോ കൂടി പുറത്തു വരുന്നുണ്ട്. കാവ്യയ്ക്ക് നന്ദി പറഞ്ഞാണ് ആ വാർത്ത പുറത്തു വരുന്നത്. കാവ്യ ഇത്രയും നല്ല ഫുഡ് ഉണ്ടാക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. പലപ്പോഴും കാവ്യയുടെ പാചകത്തെപ്പറ്റി പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കഴിക്കാനുള്ള ഭാഗ്യം ഇപ്പോഴാണ് ലഭിച്ചത്. അതിൽ സന്തോഷമുണ്ട് എന്നാണ് പറയുന്നത്. പ്രേക്ഷകരെല്ലാവരും ഇതിന് മറുപടിയായി നൽകുന്നതും ഇത്തരത്തിലുള്ള വാർത്ത തന്നെയാണ്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ്. ആരാധകർക്ക് വളരെയധികം പ്രീതിയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ. കാവ്യയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രതീക്ഷയല്ലായിരുന്നു. പമ്മിയിരിക്കുകയായിരുന്നു കാവ്യ ഇത്രയും നാളും മാധ്യമങ്ങൾക്ക് മുന്നിലൊന്നും എത്താതെ. ഇനി കാവ്യയ്ക്ക് പറയാനുള്ളതും ആളുകൾക്ക് കേൾക്കണം, അഭിമുഖങ്ങളിലൂടെ വരണം. അഭിമുഖങ്ങളെല്ലാം ഇനിയും പുറത്തു വരട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മീനാക്ഷി, മാമാട്ടിയും കാവ്യയും ദിലീപും ഒരുമിച്ചെത്തണം, അതാണ് ആഗ്രഹം. എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. ഇപ്പോഴിതാ കാവ്യ പുറത്തിറങ്ങി തുടങ്ങിയെന്നും മാധ്യമങ്ങൾക്ക് മുന്നിലും ക്യാമറയ്ക്ക് മുന്നിലും എത്താൻ തുടങ്ങിയെന്നൊക്കെ മനസ്സിലായപ്പോൾ പ്രേക്ഷകർ അതുതന്നെയാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വളരെയധികം ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുന്നുമുണ്ട്. ആരാധകർ വളരെ വേഗത്തിലാണ് ഈ വാർത്ത ഏറ്റെടുത്തത്. കാരണം ദിലീപിൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നും ആളുകളെ കയറാൻ സമ്മതിക്കുന്നതല്ല. മാധ്യമങ്ങളെല്ലാം തന്നെ വീടിനുള്ളിൽ ഹെലിപാഡ് വെച്ചോ അല്ലെങ്കിൽ ഡ്രോൺ വെച്ച് പോലും ഷൂട്ട് ചെയ്തത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെ വിമർശിക്കുകയുണ്ടായി. എന്നാൽ ദിലീപ് അതിനെക്കുറിച്ച് ഒന്നും പ്രതികരിച്ചില്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പരാതികളൊന്നുമില്ല, നിങ്ങളെ ഇഷ്ടം പോലെ എടുത്തോളൂ, കാരണം ഞങ്ങളിവിടെ തെറ്റൊന്നും ചെയ്യുന്നില്ല. ഞങ്ങളുടെ വീട്ടിലെ സന്തോഷ പ്രകടനങ്ങൾ എടുക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളത് ചെയ്തത് എന്നറിയാം. അതിലൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. മറിച്ച് ഞങ്ങൾക്ക് ചില ഗൂഢാലോചനകൾ എതിരെ വന്നിട്ടുണ്ട്. അതിലെതിരെയാണ് പോരാടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ തന്നെ ദിലീപ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 8 വർഷങ്ങൾക്ക് ശേഷം ആ വനവാസത്തിനൊക്കെ തന്നെയും വളരെയധികം ഒരു അറുതി വന്നിരിക്കുകയാണ്. അതൊരു ആശംസകൾ തന്നെയാണെന്ന് പറയാം. പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ ഏറ്റെടുക്കുന്നൊരു വാർത്തയായി അത് മാറുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞേ മതിയാകൂ. സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ മാറുകയാണ് എന്ന് പറയാം. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന വരെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം തന്നെ വളരെയധികം വൈറലാകുന്നുണ്ട്. ആരാധകർ ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഈ ചിത്രങ്ങൾ ഓരോന്നോരോന്നും വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുകയാണെന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാനും സാധിക്കും. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളതായി തന്നെ ഇപ്പോൾ മാറുന്നുണ്ട്. കാവ്യയെക്കുറിച്ചായാലും ദിലീപിനെക്കുറിച്ചായാലും പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളെല്ലാം ഒന്നിനൊന്ന് മികച്ചതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വാർത്തകൾക്ക് വളരെയധികം സ്നേഹവും പ്രേക്ഷകർ നൽകുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകരുടെ ഉള്ളിൽ നിൽക്കുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. കാവ്യയോടും ദിലീപിനോടുള്ള ഇഷ്ടം തന്നെയാണ് പലപ്പോഴും പ്രേക്ഷകർ സൂചിപ്പിച്ച് നൽകാറുള്ളതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.